ബോഡി ഷെയ്മിങ്, അല്ലാത്ത ഷെയ്മിങ്, ഓരോ കാര്യത്തിലും മാറ്റി നിർത്തൽ, ഇതിനെല്ലാം എതിരെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇതൊക്കെ വിജയിക്കുമോ? ഇതൊക്കെ നാട്ടിൽ നിന്നുള്ളതല്ലേ? ഏറ്റവും രസകരമായ മറ്റു ചില വീഡിയോസും കറങ്ങുന്നുണ്ട്, നിങ്ങൾ കണ്ടു കാണും. ഒരു സ്ത്രീ ആണെങ്കിൽ എങ്ങനെയാണ് പിന്നോക്കം മാറി നിൽക്കേണ്ടത്, അവൾ എങ്ങനെയാണ് ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കേണ്ടത്, ഒന്നിനോടും അറപ്പുണ്ടാകാതിരിക്കേണ്ടത്, ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടത്, ഇത്തരം കുറേ വീഡിയോസും വന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിലെ ഇടയ്ക്ക് നിന്ന് ഞാൻ ഇന്നത്തെ ദിവസം നമുക്ക് രേഖയെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? ബോളിവുഡ് സ്റ്റാർ രേഖ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ സിൽസിലയ്ക്ക് ഓർക്കുന്നില്ലേ, അതന്നെ. രേഖയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നോക്കൂ. ഒരു വ്യക്തിയെ, അത് സ്ത്രീയാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് പിന്നോട്ടടിക്കാൻ എന്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ കാര്യം എന്താ നമ്മൾ പറയുന്നത്? പിതൃത്വത്തെക്കുറിച്ച് സംശയം പറയാം. നമ്മുടെ എല്ലാ തെറികളും എല്ലാ ചീത്തവിളികളും അച്ഛൻ ആരാണ് എന്നതിനെ കുറിച്ചാണ്. അത് നമുക്ക് കൃത്യമായി അറിയാമെങ്കിൽ പോലും കൃത്യമായ വിവാഹബന്ധം അല്ലെങ്കിൽ കഴിഞ്ഞു, പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരു സംഭവം രേഖയുടെ കാര്യത്തിൽ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. രേഖ എല്ലാവർക്കും അറിയാം, ഭാനുരേഖ ഗണേശൻ സാക്ഷാൽ ജമിനി ഗണേശന്റെ മകളാണ്. തെലുഗു ആക്ട്രസ്സായ പുഷ്പവല്ലിയാണ് അമ്മ. പക്ഷേ ദ പ്രോബ്ലം വാസ് ഷീ വാസ് നോട്ട് ലീഗലി മാരീഡ് അവർ തമ്മിൽ. സോ അങ്ങനെയാണെങ്കിൽ രേഖയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം ബോളിവുഡിൽ ആദ്യം വരുമ്പോൾ രേഖയ്ക്ക് നല്ല വണ്ണമായിരുന്നു. സോ ബോഡി ഷേമിങ് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. എന്തു തടിയാണ് ഈ സൗത്ത് ഇന്ത്യൻ ആക്ട്രസ്. അതുണ്ട് കേട്ടോ, നല്ല കറുത്തായിരുന്നു രേഖ. ഈ കറുത്തായ ഭാനുരേഖ നല്ല വണ്ണവും വെച്ച് വന്നിട്ട് ഡബ്ബിങ്, മൂന്നാം നിര അഭിനയ കഥാപാത്രങ്ങൾ, ഇതെല്ലാം ചെയ്യേണ്ടി വന്നു. കാരണം രേഖയ്ക്ക് മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ലായിരുന്നു. രേഖയ്ക്ക് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു, കുടുംബം കൊണ്ടുപോകണമായിരുന്നു, 100 കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഇനി അതിൻ്റെ വേറൊരു തമാശ എന്താണെന്നറിയാവോ? രേഖയ്ക്ക് ആദ്യകാലങ്ങളിൽ എന്താവണം ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ ഭാനുരേഖ ഗണേശൻ എന്നും ഐ വോണ്ട് ടു ബി എ നൺ, ഐറിഷ് നൺസ് നടത്തിയിരുന്ന ഒരു സ്കൂളിലാണ് നമ്മുടെ രേഖ പഠിച്ചിരുന്നത്. സോ യു ഓൾവേസ് വാണ്ടഡ് ടു ബി എ നൺ. അങ്ങനെ ബ്രാൻസി ഗ്രേറ്റ് തെലുഗു ഫിലിംസിലാണ് ആദ്യം പുഷ്പവല്ലിയുടെ കെയർ ഓഫിൽ ആദ്യം ഭാഗ്യം പരീക്ഷിച്ചത്. അവിടെ നിന്ന് പതുക്കെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴോ ഇവിടെ എത്തിയപ്പോൾ എല്ലാ ദിവസവും ഓരോന്ന് വെച്ചിട്ടാണ് ഗോസിപ്പ്. രേഖയുടെ കൂടെ ഗോസിപ്പ് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ രേഖയ്ക്ക് അഫെയർ ഉണ്ടെന്ന് കേട്ടിട്ടുള്ള അമിതാഭ് ബച്ചനെ ഒന്നും അത് എടുത്തു പറയാതെ അവിടം വരെയൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരുപാട് ലോകമുണ്ട്. ഞാൻ പറയട്ടെ, വിനോദ് മെഹ്റയായിട്ട് രഹസ്യമായി വിവാഹം കഴിച്ചു എന്നത് മൂലം നവീൻ നിശ്ചൽ, ജിതേന്ദ്ര, യാഷ് കോഹ്ലി, കിരൺ കുമാർ, ശത്രുഘ്നൻ സിൻഹ, തീർന്നില്ല, സജീദ് ഖാൻ, അക്ഷയ് കുമാർ. ഇതിനിടയ്ക്കൊരു തമാശ ഉണ്ടായിരുന്നു, വലിയ ബഹളമായിരുന്നു. നമ്മുടെ സഞ്ജയ് ദത്തുമായിട്ട് രേഖയ്ക്ക് ഭയങ്കര അഫെയറാണ്. എന്നിട്ട് രേഖയോട് ചോദിച്ചു, നിങ്ങൾ ആ സാധാരണഗതി രേഖ 5 വയസ്സ് ഇളയതാണ് സഞ്ജയ് ദത്ത്. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ ഒരു അഫെയർ ഉണ്ടോയെന്ന്. അമിതാഭ് ബച്ചനുമായിട്ടുള്ള അഫെയറിൻ്റെ കഥ കൊടി കുത്തി നിൽക്കുമ്പോഴാണ് ഈ ചോദ്യമായിട്ട് മാധ്യമം. രേഖ ചിരിച്ചിട്ട് പറഞ്ഞു, അത് ഞാൻ അമിതിയെ കുശും പിടിപ്പിക്കാൻ ചെയ്തതല്ലേ എന്ന്. അതാണ് അതിൻ്റെ ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഹ്യൂമർ സെൻസ് ഉള്ള രേഖ. അങ്ങനെ എല്ലാം കേട്ടിട്ടും ഷീ നെവർ ബോതേഡ്. പിന്നെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ കമലഹാസന് വാണി ഗണപതിയായിട്ടുള്ള വിവാഹബന്ധം വേർപെടാനുള്ള പ്രധാന കാര്യം രേഖയാണെന്ന് കേട്ടു. എന്നിട്ടോ ഇതെല്ലാമായിട്ട് എന്തുണ്ടായി? രേഖ അന്നും ഇന്നും ബോളിവുഡിന്റെ സൂപ്പർ സ്റ്റാറായിട്ട് തുടരുകയാണ്. അതെന്തുകൊണ്ടാണെന്നും കൂടെ, ഇങ്ങനെ കുറെ അപഖ്യാതി കേട്ടു, കുറച്ച് തൊലിക്കെട്ടിയുണ്ട്, അതിനെ നേരിടാനായിട്ട് നല്ല തൻ്റെടം ഉണ്ട്, അതുകൊണ്ട് മാത്രം ആയില്ല. എന്തുകൊണ്ടാണ് രേഖ ഇപ്പോഴും സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നത് എന്നത് നോക്കുകയാണെങ്കിൽ രേഖയുടെ കഴിവുകളെ കുറിച്ച് നോക്കണം, രേഖയുടെ കൃത്യനിഷ്ഠയെക്കുറിച്ച് നോക്കണം. സമയം എന്ന കാര്യത്തിൽ രേഖ വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണെന്ന് ബോളിവുഡിലെ എല്ലാവരും അമ്പരപ്പോടെ സാക്ഷ്യം വഹിക്കും. കാരണം എത്ര സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന കാലത്തും കൃത്യസമയത്ത് സെറ്റുകളിലെത്തിയ, കൃത്യസമയത്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ഇതൊക്കെ രേഖയുടെ സ്വഭാവമായിരുന്നു. അതേപോലെ രേഖ ഡബ് ചെയ്യുന്നത് മുതൽ പാട്ട് പാടുന്നത് മുതൽ എന്താണെങ്കിലും ശരി, ഇഫ് ഷി എഗ്രീസ് ഇറ്റ് ഫുള്ളായിട്ട് അതിലേക്ക് ഡിവോട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു എന്തായാലും. പിന്നെ ഏറ്റവും വലുത്, ആദ്യമായിട്ട് തന്നെ ബോളിവുഡ് താരങ്ങളിൽ, അത് പ്രത്യേകിച്ചും വനിതകളിൽ, ശരീര സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം രേഖയ്ക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്സസ്ഡ് വിത്ത് മേക്കപ്പ്. വളരെ ചെറുതായിരുന്ന കാലത്ത് തന്നെ ഷി വാണ്ടഡ് ടു ബി നണ്ണ് കഴിഞ്ഞാൽ പിന്നെ എയർ ഹോസ്റ്റസ് ആവണമായിരുന്നു കേട്ടോ. എയർ ഹോസ്റ്റസിൻ്റെ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയില്ല, എന്തോ കാര്യം പറഞ്ഞ് തെന്നിപ്പോയി. അപ്പോൾ പക്ഷേ ഒരുപാട് എയർ ഹോസ്റ്റസ് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരെ കൊണ്ട് പിഴയിച്ച അന്നത്തെ ഏറ്റവും ബ്രാൻഡഡ് മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുപോവുക, അത് പരീക്ഷിക്കുക, മറ്റുള്ളവരെ മേക്കപ്പ് ചെയ്യുക, ഇതൊക്കെ രേഖയ്ക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. മേക്കപ്പ് ഒരു വശം, പക്ഷേ മേക്കപ്പ് മാത്രം പോരാന്ന് പറഞ്ഞിട്ട്
കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന അവിടുത്തെ ആദ്യത്തെ താരവും രേഖ തന്നെയായിരുന്നു. അങ്ങനെ ഓരോ കാര്യത്തിലും കൃത്യനിഷ്ഠയും കൃത്യമായിട്ട് വളരെ അച്ചടക്കമുള്ള രീതിയിൽ മുന്നോട്ട് വന്നാണ് രേഖ ഇപ്പോഴും. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഫോട്ടോ എടുത്തൊന്ന് നോക്കൂ, ഇതിൻ്റെ കൂടെ ഉള്ളത് കൂടാതെ. ഇങ്ങനെയൊക്കെയാണ് പ്രായമാകാൻ കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ ഒന്നും കൂടെ ഓർക്കണം, ഇങ്ങനെയൊക്കെ ആവണം നമ്മളും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നു. ഇനിയിപ്പം നമ്മളിലേക്ക് നോക്കാം. തളരാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കാം. ഇന്ന കാരണത്താൽ ഞാൻ തളർന്നുപോയി, മറ്റേ കാരണം കൊണ്ട് തളർന്നുപോയി. തളരാതെ ഇരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് 1000 ചിറകുകൾ നിങ്ങൾക്ക് തന്നെ വിടർത്തിയെടുക്കാം. അപ്പം എങ്ങനെയാ നമ്മൾ 1000 ചിറകുകൾ വിടർത്തിയെടുക്കാനല്ലേ തീരുമാനിക്കുന്നത്? ശുഭരാത്രി.